നമ്മുടെ നാട്ടിൽ അതായത് ബാംഗ്ലൂർ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഫ്ലെക്സ് ബസ്. സംഭവം നല്ല സ്മൂത്താണ്, ഇരുന്ന് കഴിഞ്ഞാൽ അറിയില്ല, ഫ്ലൈറ്റ് പോലെ ഇരിക്കും. ഇവിടെ UK നിന്ന് ഒരുപാട് യൂറോപ്പ് കൺട്രികളിൽ ഇത് യാത്ര ചെയ്യുന്നുണ്ട്. 3-4 ദിവസം യാത്ര ചെയ്ത് പോകുന്ന ഡെസ്റ്റിനേഷൻ. അതിൽ ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ്. ഇത് സെൻട്രൽ എൻട്രൻസ് ആണ്. ഇതിനകം ഞാൻ കാണിക്കാം. ബസ്സിൽ ഒരുപാട് റൂൾസുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ കലക്കാൻ പറ്റില്ല. ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കണം. വളരെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. ഇതാണ് സീറ്റ്. 2 ഡ്രൈവറുണ്ടാവും. അതിൽ ഒരാൾ ഒരു 4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ ചേഞ്ച് ചെയ്യും. പിന്നെ തണ്ണിയടി അനുവദിക്കില്ല. അങ്ങനെ എന്തെങ്കിലും തണ്ണിയടിച്ച് അവർക്ക് ഡൗട്ടുണ്ടെങ്കിൽ ബസ്സിൽ നിന്ന് ഇറക്കി വിടും. അല്ലെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അത്രയ്ക്ക് സ്മെല്ല് അടിക്കുകയാണെങ്കിൽ അവർ എൻട്രി ചെയ്യാൻ സമ്മതിക്കില്ല, യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഹോട്ട് ഫുഡ് ബസ്സിൽ അനുവദിക്കില്ല, കാരണം അതിൻ്റെ സ്മെല്ല് ബസ്സിലുണ്ടാകും. കോൾഡ് ഫുഡ് ഓക്കെയാണ്. സാൻഡ്വിച്ച്, കോൾഡ് കോഫിയോ ചായയോ അത് വിത്തിലിട്ട്. ഈ നമ്മളെ നാട്ടിലെ പോലെ എന്തും ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഡൗട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അസൗകര്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ബസ്സിൽ നിന്ന് ഇറക്കി വിടും. ഒരു ലോങ് ട്രിപ്പിന് അധികം ബ്രേക്ക് ഉണ്ടാവില്ല. 10-15 മിനിറ്റ് ആയിരിക്കും. സ്റ്റോപ്പ് കുറവാണ്. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് തന്നെ ഒരു 4.5 മണിക്കൂർ യാത്ര ഉള്ളതാണ്. അതിൽ ശരിക്കുമുള്ള ബസ് യാത്ര ചെയ്യുകയാണെങ്കിൽ 6 മണിക്കൂർ എടുക്കും. അത്രയ്ക്ക് ഫാസ്റ്റാണ് അവരുടേത്. സീറ്റ് നല്ല ഡിസൈനാണ്. നമ്മളിരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റിലിരിക്കുന്നത് പോലെ ഇരിക്കും. അത്രയ്ക്ക് അറിയില്ല, സ്മൂത്താണ്. വണ്ടി ഓടുന്നത് പോലും അറിയില്ല. ഇതാണ് എൻ്റെ സീറ്റിംഗ് സിസ്റ്റം. ഈ ഒരു ഭാഗം വീൽ ചെയർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സ്പീഡ് ഒരു നിശ്ചിത സ്പീഡായിരിക്കും. നമ്മളവിടത്തെ പോലെ അത്ര ഫാസ്റ്റ് ഇതല്ല. അതുകൊണ്ട് ആക്സിഡൻ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇതാണ് സീറ്റിൻ്റെ ഒരു സീറ്റിൻ്റെ ബാക്കിലുള്ളത്. സംഭവം വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ അവർ ഹോട്ട് ഫുഡ് അനുവദിക്കില്ല. അപ്പോൾ ഒരു പാസഞ്ചർ ഹോട്ട് ഫുഡുമായിട്ട് അകത്ത് കയറാൻ നോക്കി, അനുവദിക്കില്ല. ഒന്നിൽ കളഞ്ഞിട്ട് വരണം. കളഞ്ഞിട്ട് വരാനേ പറ്റും, കാരണം ടൈമായി ഒരു പോകും. അതാണ് പാസഞ്ചർ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. റൂൾസാണ്. ഇപ്പം മനസ്സിലായിരുന്നു പറയുന്നത് പാസഞ്ചർ. ഒന്നാമത്തെ അയാൾക്ക് ശരിക്കും ഇംഗ്ലീഷ് അറിയില്ല. അവൻ്റെ കൂടെ ഉള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാല് വയ്ക്കാൻ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമുണ്ട്. സീറ്റിൻ്റെ നല്ല ഡിസൈനാണ്. ഈ ഒരു സ്പീഡായിരിക്കും അവർ കണ്ടിന്യൂ യാത്രയിൽ വയ്ക്കുന്നത്. നമ്മളടുത്ത് പോലെ വലിയ ഫാസ്റ്റും റഫായിട്ടുള്ള ഡ്രൈവിംഗ് അല്ല. അത് കാരണം ആക്സിഡൻറ്റ് ഇല്ല ഇവിടെ. എത്ര ഇതാണെങ്കിലും ഈ ഒരു സ്പീഡായിരിക്കും. ഇതിൻ്റെ സീറ്റ് ഡിസൈൻ അങ്ങനെയാണ്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ സെയിം ഫ്ലൈറ്റിൻ്റെ വണ്ടി ഓടുന്നതായിട്ട് നമുക്കറിയില്ല. നമ്മളവിടുത്തെ പോലെ തുള്ളയും ചാട്ടവും അങ്ങനെയുള്ള പരിപാടികളൊന്നും കാണില്ല. ഇത് യാത്ര ചെയ്യുന്നത് വളരെ കംഫർട്ടബിളാണ്. ശരിക്കും നമ്മളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്. അവർ വളരെ കുറച്ച് സമയത്തിൽ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിക്കും. വളരെ സുഖകരമായിട്ടുള്ള യാത്രയാണ്. അതിൽ നിങ്ങളവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരാം. അതുവരെ. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ടൈമിന് തിരികും, ബിഫോർ ടൈമിനെത്തും. അതായതിപ്പോൾ ഒരു 5 മിനിറ്റിന് മുമ്പായിട്ട് സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.